നിറയ്ക്കുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. കൈയൊഴിഞ്ഞൻ കൈകളെ സ്നേഹമോടെ കരുതിയവൻ. കൈയൊഴിഞ്ഞൻ കൈകളെ സ്നേഹമോടെ കരുതിയവൻ. ആർദ്രമായ സ്നേഹമല്ലേ എന്നെ എന്നും നടത്തിയത്. ആർദ്രമായ സ്നേഹമല്ലേ എന്നെ എന്നും നടത്തിയത്. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഫെബ്രുവരി 23 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ പാറശാലയിൽ ഫെബ്രുവരി 23 വൈകുന്നേരം 4:30 മുതൽ. സ്ഥലം ഷീല കല്യാണ മണ്ഡപം, പാറശാല. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ദൈവ രാജ്യത്തെക്കുറിച്ച് കേൾക്കുന്നത്, കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് കേൾക്കുന്നത്, ദൈവിക ഉദ്ദേശത്തെ കേൾക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ്. ലോകപ്രകാരമായ അറിവുകൾ നമ്മളെ കൊണ്ടുപോകുന്ന ഇടത്തേക്കല്ല ദൈവത്തിൻ്റെ പരിജ്ഞാനം നമ്മളെ കൊണ്ടുപോകുന്നത്. അത് കർത്താവിലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ മുടങ്ങിക്കിടക്കുന്ന ചില നന്മകളെ അത് തുറന്നു തരുവാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ ഇടർച്ചയിലായിരിക്കുന്നവരുടെ ലൈഫിൽ സമാധാനത്തെ, സമൃദ്ധിയെ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കർത്താവ് പകർന്നു തരുവാനിടയാകും. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്, ദൈവസാന്നിധ്യത്തെ സ്നേഹിക്കുന്ന, കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. അതിലൊരു വ്യക്തിയാണ് നിങ്ങൾ, അതിലൊരു വ്യക്തിയാണ് ഞാൻ. എന്നെ കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കർത്താവ് അതിലേക്ക് ക്ഷണിക്കുകയാണ്. അവനോടൊപ്പമായിരിക്കാം. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ക്ഷണം 2025 ചിലരോട് ദൈവം നേരിട്ട് ചോദിക്കുക, എൻ്റെ അടുക്കലിരിക്കാൻ വരുന്നോ? നിങ്ങൾ എൻ്റെ അടുക്കലിരിക്കാൻ വരുന്നോ? ഇരിക്കണമെങ്കിൽ നിന്റെ പ്രാധാന്യം, നിന്റെ അവിടെ എഴുതിയിരിക്കുന്ന വാട്ടോ, ബട്ട് ഓൺലി വൺ തിങ് ഈസ് നെസസറി. ഒരെണ്ണം മാത്രമേ പ്രാധാന്യം ആവശ്യമായിട്ടുള്ളൂ. അത് അവന്റെ കൂടെ ഇരിക്കുക എന്നതാണ്. എനിക്ക് കരയാതെ പ്രസംഗിക്കാൻ വയ്യ. ചർച്ച വരുന്ന ആയിരങ്ങൾ കാണാം, എന്നെ കേൾക്കുന്ന ആയിരങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ നെസസറി എന്തെന്ന് പ്രസംഗിക്കുവാൻ ഞാൻ അവന്റെ കൂടെ ഇരിക്കേ.
എൻ്റെ കൂടെ വാദ്യ ഉപകരണങ്ങൾ വായിക്കുന്നവരുണ്ട്, പാടുന്നവരുണ്ട്, ക്യാമറ ഉപയോഗിക്കുന്നവരുണ്ട്. നിങ്ങൾ പണത്തിന് വേണ്ടി ഒന്നും ചെയ്യല്ലേ. നിങ്ങൾ അങ്ങനെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ദൈവീത് പോകണം. ശുശ്രൂഷിക്കാൻ നിൽക്കരുത്, ഇവിടെ വരരുത്. കാരണം ഇത് അവനുമായിട്ടുള്ള റിലേഷന്റെ സ്ഥലമാണ്. ഇതിൽ എന്തെങ്കിലും ചെയ്യുന്നവർ അത് ചെയ്യേണ്ടത് അവനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ്. പണം ലഭിക്കുന്നതിന്റെ വലിപ്പമല്ല, നിനക്ക് കിട്ടുന്ന ശമ്പളമല്ല നിന്നിവിടെ നിർത്തേണ്ടത്, അവനുമായിട്ടുള്ള ആഴമേറിയ ബന്ധമാ നിന്നിവിടെ നിർത്തേണ്ടത്. അങ്ങനൊരു വിഷൻ നിനക്കില്ലെങ്കിൽ നീ ചർച്ചിൽ വരരുത്, ഇവിടെ ജോലി ചെയ്യരുത്. ഒരു പ്രയോജനവും നിന്നെ കൊണ്ട് എനിക്കും ഇല്ല, നിന്നെ കൊണ്ട് എൻ്റെ കർത്താവിനും ഇല്ല. Are you following me? എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് കൈയടിച്ചൊരു ആമേൻ പറയോ. ശിഷ്യന്മാരുടെ കൂടെ 5000 പുരുഷന്മാരുണ്ടായിരുന്നു. അവര് തിന്നിട്ട് പോയി. അടുത്തിരിക്കുന്നവരോട് പറ, തിന്നു പോകുന്നൊരു പോട്ടെ, നമുക്ക് വിളമ്പുന്നവരാകാം. വിളമ്പുന്നവർക്ക് മനസ്സിലായുള്ളൂ. ഒന്നെടുത്തപ്പോ അടുത്തത് വരുന്നു, ഒന്നെടുത്തപ്പോ അടുത്തത് വരുന്നു. മിറക്കിളിന്റെ രഹസ്യം അവർക്കേ പിടികിട്ടിയുള്ളൂ. വേറെ ആർക്കും ആ രഹസ്യം പിടികിട്ടിയില്ല. സ്വർഗ്ഗനോട് പറഞ്ഞു, ജോണേ, ഈ വർഷം എൻ്റെ ജനത്തെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നു, എൻ്റെ ജനത്തെ ഞാൻ എന്നോട് അടുപ്പിക്കും. I make closer to them. ഞാൻ കേട്ട ശബ്ദം എനിക്ക് ഡെലിവറി ചെയ്യാൻ വയ്യ, സങ്കടം വരുവോ. എൻ്റെ ജനത്തെ ഞാൻ എന്നോട് അടുപ്പിക്കും. എൻ്റെ എന്നെ സ്നേഹിക്കുന്ന ഒരു ജനറേഷൻ, സാന്നിധ്യത്തോടൊപ്പം നടക്കുന്നൊരു ജനറേഷൻ. A generation is rising up. ദൈവത്തോടൊപ്പം നടക്കാൻ ചിലരെ ദൈവം വിളിക്കുന്നു. Are you listening to me? That is called presence lovers. ഒന്ന് കരയണം തോന്നുവോ? മർത്തേ, നിനക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ലേ? അവള് പറയും, അവനെ വിട്ടിട്ട് എന്നാ ചെയ്യാനാ? അടുക്കളയിൽ ഒന്നുമില്ല, എനിക്ക് അവന്റെ പാദത്തിലിരുന്നാൽ മതി. ചേഞ്ച് യുവർ ഡിസിഷൻ. നെസസറി ആയത് ഒന്നേ ഉള്ളൂ, അതവന്റെ പാദപീഠമാണ്. ഒന്നേ ആവശ്യമുള്ളൂ, ഒരേ ഒരു കാര്യം മതി, അതവന്റെ സാന്നിധ്യമാണ്, അതവന്റെ കൂടെ ഇരിക്കുന്നതാണ്, അവന്റെ കൂടെ ഇരിക്കുന്നത് മാത്രമാണ്. All things will add to you. സങ്കീർത്തനം പറഞ്ഞു, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്നെ അറിയുന്നത് കൊണ്ട്, നാമത്തെ അറിയുന്ന ഞാൻ അവനെ ഉയർത്തിപ്പിടിക്കും. ഉയർച്ച ഉണ്ടാകുന്നത് ക്ലോസിനെസ്സിൽ നിന്ന്. നീ നെഞ്ചത്തെടുത്ത് അയ്യോ തരണേന്ന് പറയുന്നോണ്ടല്ല. ജോൺ ദാരു ബ്രദർ നിന്റെ തലയെ പിടിച്ച് കുലുക്കുന്നോണ്ടല്ല. നീയും അവനുമായിട്ടുള്ള ബന്ധമാ സകല ഉയർച്ചയുടെയും രഹസ്യം. ആരെങ്കിലും അവനെ അടുത്തറിയുന്നുവെങ്കിൽ 2025 പ്രവചനം കേട്ടോ, ഈ വരുന്ന ദിവസങ്ങളിൽ സഭയെ ദൈവം എഴുന്നേൽപ്പിക്കുകയാ. അവൻ നിന്നെ മുമ്പിൽ നിർത്തും, അവൻ നിന്നെ മുമ്പിൽ നിർത്തും. ചിലരെ അവൻ എഴുന്നേൽപ്പിച്ചു പിടിക്കും. നിന്റെ വീട്ടിൽ നീ ആർക്കാ പ്രാധാന്യം കൊടുത്തത്? അവന്റെ കൂടെ ഇരുന്നിട്ട് മതി മറ്റെന്തും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
ഒന്നും കൂടെ ആവർത്തിക്കാം. അവന്റെ കൂടെ ഇരുന്നിട്ട് മതി ബാക്കിയെല്ലാം എന്ന് പറഞ്ഞിട്ട് അടുക്കള, തുണി കഴുകുന്നത്, വീട് വൃത്തിയാക്കുന്നത്, അതെല്ലാം നീ മാറ്റിവെച്ചിട്ടുണ്ടോ? അതും ചെയ്യണ്ടേ? അതും ആവശ്യമുള്ളതല്ലേ? ഇത് ആവശ്യമുള്ളതല്ലേ? നീ 100 ആവശ്യമുള്ളതല്ലേ എന്ന ചോദ്യത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാ. പക്ഷേ ഒന്നേ ആവശ്യമുള്ളൂ, അതവന്റെ സാന്നിധ്യമാ, അവന്റെ സന്നിധിയാ. ഒന്ന് കണ്ണുകളടച്ചേ, ഒന്ന് പറ, ഒന്നേ ആവശ്യമുള്ളൂ. ഞാൻ എന്തല്ല സൂത്രം അറിയാം. ഈ ന്യൂ ഇയറിന് ഞാൻ പ്രസംഗിച്ച മെസ്സേജിനേക്കാൾ ഇത് മറ്റൊരാൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഓരോരുത്തരിലേക്കും ചെല്ലട്ടെ. എത്ര പേര് ചെയ്യും? മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. അതും ആവശ്യമുള്ളതല്ലേ? അത് ചെയ്യാതിരിക്കാൻ എങ്ങനെ പറ്റും? അതും ആവശ്യമുള്ളതല്ലേ? അടുത്തിരിക്കുന്നവരോട് പറ, അതിനെയൊക്കെ മാറ്റിവെക്കേ. നമുക്ക് കർത്താവിന്റെ കൂടെ ഇരിക്കാം, യേശുവിനോടൊപ്പം ഇരിക്കാം, അവന്റെ കാൽക്കലിൽ ഇരിക്കാം, അവന്റെ സാന്നിധ്യത്തിൽ ഇരിക്കാം, അവന്റെ സാന്നിധ്യത്തിൽ മാത്രമായിരിക്കാം. മാർത്ത അവനോട് പറഞ്ഞ മറുപടി അറിയോ നിങ്ങൾക്ക്? മാർത്ത പറഞ്ഞൊരു വാചകം അറിയോ? മാർത്തയോ വളരെ ശുശ്രൂഷയിൽ കുഴഞ്ഞിട്ട് അടുക്കൽ വന്നു. കർത്താവേ, ശുശ്രൂഷയിൽ കുഴഞ്ഞിട്ട് അവൾ അധ്വാനിച്ചെന്നേ. അവൾ അധ്വാനിച്ചു. അവൾ വന്നിട്ട് പറയാ, ഞാൻ കുഴഞ്ഞു കർത്താവേ. യേശുവിനെ കൂടെ ഇല്ലാത്ത ജോലി കുഴച്ചിൽ തരും. യേശു കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ജോയ് തരും. യേശു ഇല്ലാത്തത് എന്തും നിനക്ക് കുഴച്ചില്ല, പക്ഷെ യേശു ഉള്ള നിനക്ക് എല്ലാം ജയമാ. കഴിഞ്ഞിട്ട് വന്ന മാർത്തയോട് കർത്താവ് പറഞ്ഞു, നീ ജോലി ചെയ്തു ശരിയാടി, നീ കഷ്ടപ്പെട്ടു ശരിയാ, ഞാൻ നിനക്ക് പ്രതിഫലം തരാന്ന് വാ തുറന്നൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ സങ്കടം മാറിയനെ. ആ ജോലി ചെയ്ത് കുഴഞ്ഞതിനെ ദൈവം മൈൻഡ് ചെയ്തില്ല. പ്രസൻസിനെ മാനിക്കാത്ത ഒരു ജോലിയും അവൻ മാനിക്കത്തില്ല. നീ എന്ത് കഷ്ടപ്പെട്ടു എന്ന് അവിടെ ചെന്ന് പറഞ്ഞാലും അവനത് കേൾക്കത്തില്ല. അതിനാ ലൂക്കോസ് എഴുതി വെച്ചേ, നിന്റെ കഷ്ടപ്പെട്ടു എന്ന ഡയലോഗ് അങ്ങോട്ട് ചെല്ലല്ലേ. അവന്റെ കൂടി ഇരുന്നു എന്ന് പറഞ്ഞാൽ ആ കഷ്ടപ്പെട്ടതിന്റെ വാല്യൂ വെളിപ്പെടും. അവന്റെ കൂടെ അല്ലാത്ത കഷ്ടപ്പാടിനെ ദൈവം മൈൻഡ് ചെയ്യില്ല. അടുത്തിരിക്കുന്നവരോട് പറ, ഇത് കേൾക്കണം നിങ്ങൾ. നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ കഷ്ടപ്പെടുന്നു എന്ന്? ഞാൻ കഷ്ടപ്പെട്ടത് എന്താ ദൈവം കാണാത്തതെന്ന് ആരെങ്കിലും ചോദിക്കുന്നു? സങ്കടത്തോടെ പറയട്ടെ, അവനത് അറിയത്തുപോലുമില്ല. പറ, അടുത്തിരിക്കുന്നവരോട് പറ, ഞാൻ കഷ്ടപ്പെട്ടത് എന്താ ദൈവമേ നീ കാണാത്തതെന്ന് ആരെങ്കിലും ചോദിക്കുന്നോ? ഇങ്ങനെ ചോദിക്കേ, ഞാൻ കഷ്ടപ്പെട്ടത് എന്താ ദൈവമേ നീ കാണാത്തത്? മൈൻഡ് ചെയ്യത്തോലുമില്ല. അവൻ നോക്കുന്നത് ആരാണ് തൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നത്. ജോൺ ദാരു ബ്രദറെ കഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്യുന്ന പാസ്റ്ററാണ് ഞാൻ. ഡൗട്ടേ ഇല്ല എനിക്ക്. ഞങ്ങളും ഞാനും സൂളിയും മക്കൾ രണ്ടുപേരും ഇന്നലെ 4 പേരും കൂടെ ഏകദേശം 1:15 കഴിഞ്ഞിട്ടാണ് റൂമിൽ നിന്ന് പോയത്. ഞങ്ങളെല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒത്തിരി വിസിറ്റേഷൻസ് ഞങ്ങൾക്കുണ്ടായി. ഞങ്ങൾ റൂമിൽ ചെന്ന് കടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. 3:45 കഴിഞ്ഞിട്ടാണ് ഞാൻ മയങ്ങി. 6 മണിക്ക് എഴുന്നിട്ട് ഞാൻ I know something God want to deliver today. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആർക്കെങ്കിലും വിങ്ങല് തോന്നിയോ? ആ തോന്നിയവരൊന്ന് കര ഉയർത്തി കാണിച്ചേ. അവരൊന്ന് കര ഉയർത്തി പറ, അപ്പാ എന്റെ പ്രയോറിറ്റി എവിടോ മാറിപ്പോയി. കരഞ്ഞോണ്ട് പറ.
കണ്ണുനീര് വരുന്നെങ്കിൽ പറ, യേശുപ്പച്ച എന്റെ പ്രാധാന്യം, ഞാൻ ചിലതിന് കൊടുത്ത പ്രാധാന്യം, നിനക്ക് തരേണ്ട പ്രാധാന്യത്തിന് പകരം മറ്റെന്തിനൊക്കെയോ ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കർത്താവേ, ഞാൻ തിരിച്ചു വരുവാ. എന്റെ കൂടെ എത്തിവരുന്ന കരമുയർത്തി പറഞ്ഞേ, യേശുവേ, നിന്നേക്കാളുപരിയായി മറ്റെവിടെയൊക്കെയോ മറ്റെന്തിനൊക്കെയോ ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കർത്താവേ, ഞാൻ നിന്റെ മോനായിട്ട് തിരിച്ചു വരുവാ. പറ പറ. എനിക്കിന്ന് മനസ്സിലായി, ഒന്നിനേ ഉള്ളു പ്രാധാന്യം, ഒന്നിനും മാത്രമേ ഉള്ളൂ പ്രാധാന്യം. only one thing is necessary. അത്യാവശ്യം ഒന്നിനു മാത്രമേ ഉള്ളൂ, ആവശ്യകത ഒന്നിനേ ഉള്ളൂ, അതവന്റെ സാന്നിധ്യമാ. കരമുയർത്തിയിട്ട് പറഞ്ഞേ, സാന്നിധ്യത്തിനായി നന്ദി അപ്പാ. I'll walk with you, Lord. I'll walk with your presence, Lord. I'll walk with you, Lord. ഞാൻ അങ്ങയോടൊപ്പം നടക്കും അപ്പാ. ഞാൻ അങ്ങയോടൊപ്പം നടക്കും അപ്പാ. എനിക്ക് നിന്റെ രഹസ്യങ്ങളെ, നിന്റെ അനുഗ്രഹങ്ങളെ വിളമ്പുന്നയാളാകണം അപ്പാ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ 2025 അവസാനിക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ പാത്രം എന്ന് പറയുന്നത് ജോൺ ധരുവിൻ്റെ പറയുന്നത്, സഭയുടെ പറയുന്നത്, അനേകരെ പോഷിപ്പിക്കുന്ന അനുഗ്രഹപാത്രമാകും. സഭ ഒരു സ്റ്റോർ ഹൗസ് ആകും. ജോൺ ധാരു ഒരു സ്റ്റോർ ഹൗസ് ആകും. നിങ്ങളിൽ ചിലർ ഒരു സ്റ്റോർ ഹൗസ് ആകും. ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കുന്നവർക്കല്ല, വിളമ്പുവാനുണ്ട്, കൊടുക്കുവാനുണ്ട്. അവർക്ക് വാങ്ങാനല്ല, കൊടുക്കാനാ ഉള്ളത്. Are you listening? അവർക്ക് വാങ്ങാനല്ല ഉള്ളതാ, അവർക്ക് കൊടുക്കാനാ ഉള്ളതാ. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്തിട്ട് പറ, അവർ വിളമ്പുന്നവരും ശേഷിപ്പിക്കുന്നതിനെ കരുതുന്നവരുമാകും. പറ, അവർ വിളമ്പുന്നവരും ശേഷിപ്പിക്കുന്നതിനെ കരുതുന്നവരുമാകും. വിളമ്പി ശേഷിപ്പിക്കുന്ന വിധത്തിൽ കൊടുപ്പാൻ ദൈവസഭ എടുക്കുന്നവർക്ക്. നമ്മുടെ കുടുംബം അനേകർക്ക് കൊടുത്തിട്ടും ബാക്കിയുണ്ടാകും. കൊടുത്തിട്ടും 12 കൊട്ട കൊടുത്തിട്ട് തീരാത്തൊരു കൊട്ട ചിലരുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കും. ഞാൻ ഈ വശത്ത് ദൂതാ പറയുന്നേ. നിങ്ങൾ ആരെങ്കിലും ചോദിക്കുക, ബ്രദർ എന്താ കരയുന്നേ? എൻ്റെ അകത്തുനിന്നൊരു ബേർഡൻ ഇറങ്ങി പോവുക. സ്വർഗം എന്നോട് ഡയറക്റ്റ് പറഞ്ഞു എന്ന് തോന്നുന്നതാ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നേ. എനിക്ക് ഉറപ്പ്, നിങ്ങളെ ദൈവം വിളമ്പുന്ന പാത്രമാക്കി മാറ്റും. ചിലരെ വിളമ്പുകാരാക്കും. സുവിശേഷം വിളമ്പുന്നവർ, സമ്പത്ത് വിളമ്പുന്നവർ, അനുഗ്രഹം വിളമ്പുന്നവർ. കർത്താവിൻ്റെ അഭിഷേകം നമ്മളിൽ അവൻ പകരുന്നത് ദൈവത്തെ അറിയാനാണ്, അവൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കാനാണ്. ദൈവജനം പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം ചിലർക്ക് മോക്ഷത്തരമാകുമ്പോൾ എന്നാൽ മറ്റു ചിലർക്ക് അത് രക്ഷയാകുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഓരോ വചനവും രക്ഷയായി തീരുകയാണ്. ഓരോ വചനവും അവന് ജീവനായി മാറുകയാണ്. കർത്താവിൻ്റെ ജീവൻ നിങ്ങളിൽ വസിക്കട്ടെ. അവൻ്റെ രക്ഷയിൽ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം, ആ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കാം. അതിൽ എല്ലാമുണ്ട്. സകല സമ്പൂർണതയും ആ സാന്നിധ്യത്തിലായിരിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. കുന്നമംഗലം. ഓക്കെ. ക്യാൻസർ മാറിപ്പോയ ഒരു അത്ഭുത സാക്ഷ്യം. ക്യാൻസറാണ് മാറിയത്? 2 വർഷമായിട്ട് ക്യാൻസർ ആയിരുന്നു. 2 വർഷമായിട്ട് ക്യാൻസർ ആയിരുന്നു. ജീസസ് വേണ്ടി വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഓക്കെ. അതിന്റെ ഫലമായി
പൂർണ്ണമായിട്ട് സ്കാൻ ചെയ്ത് നോക്കിയാൽ പൂർണ്ണമായിട്ട് മാറി എന്നുള്ള സാക്ഷ്യം ലഭിക്കും. ചേച്ചി എന്നു പറഞ്ഞേ, എന്തുവാ ചേച്ചിക്ക് ഉണ്ടായിരുന്നേ? ബ്രസ്റ്റിലെ ക്യാൻസർ ആയിരുന്നു. ചികിത്സയിലായിരുന്നു? ബ്രസ്റ്റ് ചികിത്സ കഴിഞ്ഞ സ്കാനിങ് എടുത്തപ്പോൾ അതിലൊരു മുഴ ഉണ്ട്. ബ്രസ്റ്റിൽ മുഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞു. ബ്രസ്റ്റ് റിമൂവ് ചെയ്തോ? എങ്ങനെയാ ഓപ്പറേഷൻ? റിമൂവ് ചെയ്തില്ല. 2 ഓപ്പറേഷൻ, 8 കീമോ, 20 റേഡിയേഷനും കഴിഞ്ഞു. എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് 2 മുഴയുണ്ടായിരുന്നു. അതിനെ തുടർന്ന് 8 കീമോയും 20 റേഡിയേഷൻ നടന്നു. അത് 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു. ഓക്കെ. അതിനുശേഷം പരിശോധിച്ചപ്പോഴാണ് വീണ്ടും മുഴയുണ്ടെന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ഇവിടേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം 2 മാസത്തിന് ശേഷം സ്കാനിങ് എടുത്ത് വരാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ പിറ്റേത്തെ സ്കാനിൽ പൂർണ്ണമായിട്ട് ക്യാൻസർ എന്ന് പറഞ്ഞതില്ല. ആ മുഴ മാറിപ്പോയി. കുറച്ച് വലിയ കാര്യമാണ് എന്ന് പറഞ്ഞ് ഈ മുഴ കണ്ടതിന് ശേഷം പിന്നെ റേഡിയേഷനും കീമോ ഒന്നും ചെയ്തില്ല. പിന്നെ സ്കാൻ ചെയ്യാനാണ് പറഞ്ഞത്. ഒന്ന് എഴുന്നേറ്റ് ഒരു നല്ല കൈയ്യടി കൊടുക്കുക. ഒരു ആമേൻ പറയാമോ? നിങ്ങൾക്കിത് മനസ്സിലായോ? ഈ ചേച്ചിക്ക് ഒന്ന് എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയ്യടി കൊടുത്ത്. ഈ ചേച്ചിക്ക് ബ്രസ്റ്റിൽ 2 ഓപ്പറേഷൻ കഴിഞ്ഞു. 2 മുഴയുണ്ടായിരുന്നു. അതിനുശേഷം 8 കീമോയും 20 റേഡിയേഷനും നടന്നു. പക്ഷെ ആ 20 റേഡിയേഷൻ പരിശോധന അല്ലെങ്കിൽ ആ റേഡിയേഷന് ശേഷം പരിശോധിച്ചപ്പോൾ തൻ്റെ ബ്രസ്റ്റിൽ 1 മുഴയും കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയെ തുടർന്ന് അവർ സൗഖ്യമായി. പിന്നെ റേഡിയേഷനും കീമോ എടുത്തില്ല. പിന്നെ പോയി അവർ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത സമയത്ത് ആ മുഴ കാണാനില്ല. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ടെ. അത് ദൈവം ചെയ്ത കാര്യമാണ്. ഞാൻ ചിന്തിച്ചത് അവർക്കൊരു ട്യൂമർ ഉണ്ടായി റേഡിയേഷനും കീമോ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് മുഴ മാറിയത് അത് കാരണമെന്ന് പറയാം. പക്ഷെ ഇതിപ്പോൾ അത് കാരണമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണോ? ശരിയാണോ ഞാൻ പറഞ്ഞേ? അതായത് റേഡിയേഷനും കീമയോ എടുത്തതിന് ശേഷമാണ് മുഴ കണ്ടുപിടിച്ചത്. അതിനുശേഷമാണ് പ്രാർത്ഥിച്ചത്. അതിനുശേഷം പൂർണ്ണമായി മാറിപ്പോയി. അമ്മയുടെ പേരെന്താ അമ്മേ? എവിടുന്ന് അമ്മ വരുന്നേ? അമ്മ കള്ളമൊന്നുമല്ലല്ലോ പറയുന്നേ? സത്യമാണ്. ഞങ്ങൾ കാശ് തന്നിട്ട് പറയുമല്ലോ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആമേൻ. ഈ അമ്മയ്ക്ക് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറഞ്ഞ കർത്താവ്, നിന്റെ മോൾക്ക് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. അപ്പാ ഒന്നും കൂടെ ചുണയായി കൈയടിച്ചൊരു ആമേൻ പറയാം. സന്തോഷമായിട്ട് പോയാൽ. മിറക്കിൾ സൺഡേ എറണാകുളത്ത് ഫെബ്രുവരി 9 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഫെബ്രുവരി 16 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ഫെബ്രുവരി 16 രാവിലെ 11 മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം. കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം. അത് അനുഭവിക്കാൻ തിരഞ്ഞെടുത്ത ഓരോ വ്യക്തികൾക്കുമായും സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളിൽ അവിടുന്ന് പകരുന്ന ദൈവിക അനുഭവങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവേ. ഇവരോരോരുത്തരും കർത്താവിനെ അനുഭവിക്കട്ടെ അപ്പാ. ആ സൗഖ്യത്തെ അനുഭവിക്കട്ടെ, ആ നന്മ അനുഭവിക്കട്ടെ, ആ സൗഖ്യത്തെ അനുഭവിക്കട്ടെ, ആ നന്മ അനുഭവിക്കട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ദൈവസാന്നിധ്യം അപ്പോൾ ഇവരുടെ മുറികളിൽ അവർ അനുഭവിക്കട്ടെ അപ്പോൾ. എവിടെ കർത്താവിൻ്റെ വചനം പറയുന്നു അവിടെ എല്ലാം സാന്നിധ്യത്തെ അനുഭവിക്കുവാനായി കഴിയും. ഇവരായിരിക്കുന്ന മുറികളിൽ ആ സാന്നിധ്യം അനുഭവിക്കട്ടെ അപ്പോൾ. ഇവരായിരിക്കുന്ന വീടുകൾ, അതിൻ്റെ സ്ഥിതികൾ മാറട്ടെ അപ്പോൾ. അതിൻ്റെ സ്ഥിതികൾ മാറട്ടെ അപ്പോൾ. ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ശബ്ദം ചെല്ലുന്നിടത്തൊക്കെയും ക്രിയ ചെയ്യുന്നുവല്ലോ. ഇവരുടെ വീടുകളുടെ സ്ഥിതി മാറട്ടെ അപ്പോൾ. ഇവരുടെ അനുഭവങ്ങൾ മാറട്ടെ. ആരോഗ്യമില്ലാതായിരിക്കുന്നു ഒരു വ്യക്തിയെ കാണാം, ഇമ്മ്യൂണിറ്റി കുറവാണ്, അതുകൊണ്ട് പെട്ടെന്ന് അസുഖം വരുന്നത് കാണാം. കർത്താവിൻ്റെ സൗഖ്യം ആ വ്യക്തിയുടെ മേൽ ചലിക്കുന്നത് കാണാം. മാറി ഓരോ രോഗങ്ങൾ ഇപ്പോൾ ഒന്നിലും ധൈര്യമില്ലാത്ത സ്ഥിതിയിലായിരിക്കുക. പുറത്തു പോകാൻ പോലും ധൈര്യമില്ല. ആ വിധത്തിലാണ് ആയിരിക്കുന്നത്. മനസ്സിടിഞ്ഞു പോയെടുത്തു നിന്നും കർത്താവെ പുറത്തു കൊണ്ടുവരുന്ന ഓർത്ത് നന്ദി പറയുന്നു. സൗഖ്യത്തെ പകർന്നതിനായി നന്ദി പറയുന്നു. ബ്ലഡിൽ ചില ഇൻഫെക്ഷൻ ആയതിനെ തുടർന്ന് പ്രയാസത്തോടായിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നത് കാണാം. ചില കാര്യങ്ങൾ തൻ്റെ ശരീരത്തോട് വാദിക്കുന്നു. കർത്താവേ അപ്പോൾ ഒരിക്കലും സൗഖ്യമാകത്തില്ല, പ്രതീക്ഷയില്ല എന്ന് പറയുന്നിടത്ത് കർത്താവിൻ്റെ കരം അത്ഭുതം ചെയ്യട്ടെ അപ്പ. അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ കരം ജീവനെ പങ്കുവെക്കട്ടെ അപ്പ, ജീവനെ പകരട്ടെ അപ്പ. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം അപ്പ.
നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ അത്ഭുതങ്ങൾ നിറയട്ടെ അപ്പാ, അവിടുത്തെ അത്ഭുതങ്ങൾ നിറയട്ടെ അപ്പാ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ അപ്പാ വിടുതലുണ്ടാകട്ടെ, മറുപടി ഉണ്ടാകട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു.